അനധികൃത കുഴൽക്കിണർ നിർമ്മാണം പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി തടഞ്ഞു. പുനലൂർ TB ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തോട് ചേർന്നാണ് അനുമതിയില്ലാതെ കുഴൽക്കിണർ നിർമ്മാണം നടന്നത്. കുഴൽക്കിണർ നിർമ്മിക്കുന്ന കെട്ടിടം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഇത് അവർ ഇന്നലെ തൊട്ട് തുടങ്ങി ദിവസം 3-4 ട്രിപ്പ് പടിഞ്ഞോണ്ടേ ഇരിക്കുവാ. 3 സ്ഥലത്തില് കുഴിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച അവർ ഏതെങ്കിലും കുഴിച്ചിട്ട് പോട്ടെ, ഒരു 3-4 മണിക്കൂറുടെ ഇതേ ഉള്ളെന്ന് വീടിന് ക്ഷതം പറ്റുന്നുണ്ടല്ലോ. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും പത്തനാപുരം പാതയിൽ ഇടതു സൈഡിൽ സ്ഥിതി ചെയ്യുന്ന പൂവണ്ണമൂട്ടിൽ ബിൽഡിംഗിൽ ബാങ്ക് സംബന്ധമായ ഇടപാടുകൾ നടക്കുകയും കോടതി പരിഗണനയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബാങ്കിന്റെ സെയിൽ ലെറ്റർ മാത്രം ഉപയോഗിച്ച് ആയൂർ സ്വദേശി കുഴൽക്കിണർ നിർമ്മാണം ആരംഭിച്ചത്. ഈ കെട്ടിടത്തോട് ചേർന്നുള്ള മറ്റ് താമസക്കാരുടെ അനുവാദം വാങ്ങാതെ അവരുടെ വീടിനോട് ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത്. കാലപ്പഴക്കം കൊണ്ട് ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലാണ് സമീപത്തുള്ള വീട്. പ്രായാധിക്യത്താലും രോഗാവസ്ഥയിലുമുള്ളവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഭൂമിയിൽ പ്രകമ്പനം കൊള്ളുന്ന നിലയിലുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ കെട്ടിടം തകർന്നു വീഴാൻ സാധ്യത കൂടുതലാണ്. എന്താ ബുദ്ധിമുട്ട്? ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് പറഞ്ഞു. എനിക്ക് ടെൻഷനാണ് സാറേ. ഞാൻ ടെൻഷൻ്റെ പുള്ളിയെ രാവിലെ അടിച്ചിട്ട് നിൽക്കുക. എനിക്കത് കേട്ട് ഞാൻ തന്നെ വീഴാൻ പോയി. പിന്നെ എൻ്റെ മോൻ ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് നിന്നു. ഈ കുഴൽക്കിണർ നമ്മുടെ ഭിത്തിയോട് ചേർന്നാണ് വിളിക്കുന്നത്. അടുത്ത് ചേർന്ന് പിന്നെ അടുത്തല്ലാതെ പിന്നെ എന്താ സാറേ ചേർത്ത് എത്ര 4 അടി പോലും വരത്തില്ല. മൊത്തം പൊട്ടിയിരിക്കുക. അവർ കൊണ്ടുവന്ന് വെച്ചാൽ എന്താ, അവർ പൈപ്പ് താഴോട്ടാണ് പോകുന്നതെന്ന്. എന്താ ചെയ്യാനാ സാറേ? ഈ സുഖമില്ലാത്ത അതിന് സംസാരമൊന്നുമില്ല. ഈ സൗണ്ട് കേൾക്കുമ്പോൾ അത് ഒരുമാതിരി കിടന്ന് പിടയ്ക്കുക. അങ്ങനെയുള്ള ഒരെണ്ണം വെച്ചത് ഞങ്ങൾ വിഷമിക്കുക. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. 3 പേര് വയസ്സായി 70-ന് പോകും. എനിക്ക് 77 വിളിക്കാം. എന്തോ സാറേ ഒരു സൗണ്ട് കേട്ടിട്ട് ഒരു ഭയങ്കര സൗണ്ട് കൂടെ കേട്ടു. ഭൂമി കുടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. കുഴൽക്കിണർ നിർമ്മിക്കുന്ന കെട്ടിടം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ബാങ്കും കെട്ടിടത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട തർക്കവും കെട്ടിട ഉടമയുടെ കുടുംബം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയും ഈ കെട്ടിടത്തിന്മേൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബാങ്ക് കെട്ടിടം മറ്റൊരു വ്യക്തിക്ക് കൈമാറിയതായി കാണിച്ച് സെയിൽ ലെറ്ററിന്റെ ബലത്തിൽ പുതിയ ഉടമ കുഴൽക്കിണർ നിർമ്മാണം ആരംഭിക്കുന്നത്. അനധികൃത കുഴൽക്കിണർ നിർമ്മാണം സമീപ വീട്ടുകാർ തടയുകയും വൻ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ പുനലൂർ പോലീസ് സ്ഥലത്തെത്തുകയും അനുമതിയില്ലാതെയുള്ള കുഴൽക്കിണർ നിർമ്മാണം നിർത്തിവെക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.